ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഒരുപാട് നാളായില്ലേ ഒരു ഓൺ വോയിസിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. എന്നാൽ പിന്നെ ഒട്ടും താമസിപ്പിക്കേണ്ട, ചെയ്തേക്കാന്ന് കരുതി. വേറെ ഒന്നുമല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന കുറച്ച് ഐറ്റംസ് കൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പുട്ടിയിടുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. പുട്ടിയിടുന്ന കാര്യം പറയുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പുട്ടിയിട സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഈ എറണാകുളത്ത് എന്നാണോ കാല് കുത്തിയത് അന്ന് മുതലാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഈ പണ്ടെന്ന് പറയുമ്പോൾ 2012 സമയങ്ങളിൽ എൻ്റെ നാട്ടിലൊക്കെ പുറത്ത് പോയി പഠിക്കുന്നതൊക്കെ റെയർ ആയിട്ടുള്ള ആൾക്കാരെ, കുറച്ച് പേരൊക്കെ ഈ പുറത്തെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോയി പഠിക്കുന്നത് കുറവ് ആൾക്കാരെ പോയിട്ടുള്ളൂ അങ്ങനെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2012 എനിക്ക് എറണാകുളത്ത് ജോലി കിട്ടുന്നത്. അപ്പോൾ എറണാകുളത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ ബാംഗ്ലൂരൊക്കെ നമ്മൾ കാണൂലേ, അതേപോലെയാണ് നമ്മുടെ നാട്ടിൽ ഈ എറണാകുളം എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ എറണാകുളത്ത് എന്നാണോ വന്നത് ആ സമയത്താണ് ഞാൻ ഈ പുട്ടിയിടാനൊക്കെ പഠിച്ചതും സ്വന്തമായിട്ട് എനിക്ക് മേക്കപ്പ് സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റിയതൊക്കെ എറണാകുളത്ത് വന്നതിന് ശേഷമാണ്. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യം ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുന്നത് എറണാകുളത്ത് വന്നതിന് ശേഷം കേട്ടോ. ഒരുപാടൊന്നും ഉപയോഗിക്കാറില്ല, ഓഫീസിൽ പോകുമ്പോഴൊക്കെ ചെറിയ രീതിയിലൊന്ന് ഇടും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ചെറുപ്പകാലത്തൊക്കെ ഈ ലിപ്സ്റ്റിക്ക് കാണാൻ കൂടി കിട്ടിയിട്ടുണ്ടായില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ കളർ പേപ്പർ ഇല്ലേ, നമ്മൾ ക്രിസ്മസ് ട്രീക്കൊക്കെ ഇടുന്ന തോരണം, കളർ പേപ്പർ ഇങ്ങനെ തോരണം പോലെ കിടക്കുമല്ലോ, അതിനകത്ത് ചുമന്ന കളറും അല്ലെങ്കിൽ റോസ് കളറും ഉണ്ടല്ലോ, നമ്മൾ അന്ന് കുഞ്ഞുനാളിൽ ലിപ്സ്റ്റിക്കാന്നും പറഞ്ഞ് ഞാൻ ഈ വെള്ളം നനച്ച് ചുണ്ടിൽ തൂക്കും. അപ്പം ചുണ്ടിന് നല്ല ചുമന്ന കളറാണ്. അപ്പം ലിപ്സ്റ്റിക്ക് ഇട്ടതുപോലെ ഇരിക്കും അത്. അതല്ലെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുറുക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അമ്മമാരുടെയും അമ്മൂമ്മമാരുടെയും ചുണ്ടും നാക്കുമൊക്കെ ചുമന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് മുറുക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ പണ്ട്, ഈ ചുണ്ട് ചുമക്കാൻ വേണ്ടി ഒരുപാട് സൂത്രവിദ്യകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ശിങ്കാറ്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെപ്പോലെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യേ, അറിയാലോ എത്ര പേര് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ. അപ്പം അങ്ങനെയാണ് എറണാകുളത്ത് വന്നതിന് ശേഷം ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ശരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്നതും ഇടുന്നതും ഒക്കെ. അപ്പം ദേ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പം എൻ്റെ ഇതളും അടുത്ത് വന്നിരിപ്പുണ്ട്. അവൾക്ക് ലിപ്സ്റ്റിക്ക് കണ്ടപ്പോൾ തന്നെ അവൾ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച്, എന്നിട്ടത് തുറക്കാനുള്ള തന്ത്രപ്പാടിലാട്ടോ, തുറക്കാൻ പറ്റുന്നില്ല. അവസാനം എന്നെ കാണാണ്ട് എങ്ങനെയോ അത് തുറന്ന് സെറ്റാക്കി എടുത്ത്, എന്നിട്ട് എനിക്ക് ഇട്ട് തരാന്നുള്ള രീതിയിലൊക്കെ ഇരിക്കും കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ എല്ലാ മേക്കപ്പ് സെറ്റും അവൾ എടുത്ത് വാരി വലിച്ച് എടുക്കുകയും തന്നെത്താനെ നമ്മളെ കാണാണ്ട് മാറിയിരുന്ന് ഇതെടുത്തിട്ട് അവൾ സ്വന്തമായിട്ട് കണ്ണിലും ചുണ്ടിലും ഒക്കെ തേക്കും കേട്ടോ, നമ്മൾ കാണാതെ. അമ്പാടി എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. അമ്പാടി ഒന്ന് ഹായ് പറഞ്ഞേ. അമ്മച്ചിയുടെ ചാനൽ